ഇടക്കൊച്ചി ആൽഫ പാസ്റ്ററൽ സെന്ററിൽ നടന്ന KRLCC 45ാമത് ജനറൽ അസംബ്ലി സമാപിച്ചു. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക ജനസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ആവർത്തിച്ചുന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളോട് സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയിലും നിഷേധാത്മക സമീപനത്തിലും KRLCC ജനറൽ അസംബ്ലി ഉത്കണ്ഠ രേഖപ്പെടുത്തി. കടലിലും തീരത്തും ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന കടൽ മണൽ ഖനനം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇടക്കൊച്ചിയിലെ ആൽഫ പാസ്റ്ററൽ സെന്ററിൽ നടന്ന KRLCC 45ാം ജനറൽ അസംബ്ലി ലത്തീൻ കത്തോലിക്ക ജനസമൂഹത്തിന്റെ പ്രശ്നങ്ങളോടുള്ള സർക്കാർ നിസ്സംഗതയിൽ ശക്തമായ ഉത്കണ്ഠ രേഖപ്പെടുത്തി. അർഹമായ രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ KRLCC വ്യക്തമായ രാഷ്ട്രീയ സമീപനം കൈക്കൊള്ളണമെന്നും തീരദേശ സമൂഹങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും പ്രമേയം വ്യക്തമാക്കി. സമുദായ സർട്ടിഫിക്കറ്റ് ലഭ്യതയിലെ തടസ്സങ്ങൾ, നാടാർ ക്രൈസ്തവ സംവരണത്തിലെ അവ്യക്തത, ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക, കപ്പൽ ഛേദം മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കടൽ മണൽ ഖനനം എന്നിവയിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ രാഷ്ട്രീയവൽക്കരണത്തെയും മതന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെയും പ്രമേയം അപലപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും കടലും കടൽ തീരവും അന്യമാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളെ വിമർശിച്ചു. മുനമ്പം മുതലപ്പൊഴി പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണമെന്നും തീരസംരക്ഷണത്തിന് നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി, പൊതുജനാരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ, വർദ്ധിച്ചുവരുന്ന മദ്യമയക്കുമരുന്ന് വ്യാപനം എന്നിവയിലും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് KRLCC ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു. ആവർത്തിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ മുന്നിൽ വയ്ക്കുമ്പോൾ നിഷേധാത്മക സമീപനം ആണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ജനാധികാരം നിർവഹിക്കപ്പെടുന്ന ഭരണ സംവിധാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ലത്തീൻ കത്തോലിക്കർക്ക് അർഹമായ പ്രാതിനിധ്യം ഇനി ഉണ്ടായിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രയാസം ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് അധികാരികൾ കാണിക്കുന്ന ആ ഒരു വൈവിധ്യമാണ്. 210ഓളം വരുന്ന അംഗങ്ങളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിനു മുന്നോടിയായി കേരള ലത്തീൻ സഭയിലെ മുഴുവൻ അഭിവന്യ പിതാക്കന്മാരും ജൂലൈ 10-ാം തീയതി ഒരു ദിവസം സമ്പൂർണ്ണമായി കേരള സഭയെയും സമുദായത്തെയും ബാധിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റി ഗഹനമായി പഠിക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ പൊതുവിൽ ആരോഗ്യ മേഖലയിൽ, പൊതു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലുള്ള ചികിത്സ മുഴുവൻ വളരെ വലിയ സാമ്പത്തിക ചെലവ് സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് പൊതുമേഖലയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ആ പൊതുമേഖല ആതുര ശുശ്രൂഷ രംഗം ഒരു കാരണവശാലും ദുർബലമാകരുത്. ഗുണമേന്മേറിയ ചികിത്സ അവിടെ ലഭ്യമാവണം. അതിലൂടെ ജാഗ്രത ഏത് വിധത്തിലാണെങ്കിലും, അത് ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലാണെങ്കിലും, കെട്ടിടങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, ശുചിത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഗവൺമെന്റ് ഈ ജാഗ്രത പുലർത്തണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തീരദേശത്തെ പ്രധാനമായും തീരദേശ മാസങ്ങളിലെ തീരദേശത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കടൽ മണൽ ഖനനം കേന്ദ്ര സർക്കാരാണ്, കേരള സർക്കാരാണ് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കപ്പൽ ഛേദം സംഭവിക്കുമ്പോൾ അത് പാരിസ്ഥിതിക ഗുരുതരാവസ്ഥ, അതുപോലെ തീരം സംരക്ഷിക്കപ്പെടുന്നില്ല. നമുക്കറിയാം, കടൽ കയറ്റവും തീരശോഷണവും കേരളത്തിന്റെ 60% കടൽ തീരത്തും വരുന്നുണ്ട്. അപ്പൊ തീരത്തെ നിരന്തരം അവഗണിക്കുന്നത് നമുക്ക് ഇനിയും ന്യായീകരിക്കാനാവില്ല, നീതീകരിക്കാനാവില്ല. തീരദേശ സമൂഹങ്ങളുമായി ഞങ്ങളെ പോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമൂഹങ്ങൾ എവിടെയുണ്ട്? കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ധീവര സമൂഹം പോലുള്ള അത്തരം സമൂഹങ്ങളുമായി ഒരുമിച്ച് സഹകരിച്ച് ഈ അനീതിക്കെതിരെ പിന്നാലാനുള്ള ഒരു തീരുമാനമാണ് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,